ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെയായി പോനാശ്ശേരി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം മാറി 4 സെൻറ്റ് സ്ഥലവും 1250 സ്ക്വയർ ഫീറ്റുള്ള ഓണർ 36 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് റോഡിൻ്റെ വിഡ്ത്ത് ലെങ്ത്തൊക്കെ നോക്കാം. നമുക്ക് റോഡ് വരുന്നത് ഒരു ഏകദേശം ഒരു 3-4 മീറ്ററോളം ഇൻ്റർണൽ റോഡാണ് വന്നിരിക്കുന്നത്. അത് കട്ട വിരിച്ച് നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് 2 വണ്ടി വലിയ 2 വാഹനം ഇന്നോവ പോലുള്ള 2 വാഹനം ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. കാർ പോർച്ചിനായിട്ട് ഇവിടെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ കൊണ്ടാണ്. നല്ല സൈഡിലേക്കും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയാണ് ഈ വീടിന് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി സിറ്റ് ഔട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം. നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത് ഒരു അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ള രീതിയിലാണ് സിറ്റ് ഔട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിന് സിറ്റ് ഔട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. കൂടാതെ നമുക്ക് ഫ്രണ്ട് ഡോറിനായിട്ട് ഒറ്റപ്പാളിയിൽ തീർത്ത നല്ല തേക്ക് മരത്തിൽ നിർമ്മിച്ച നല്ല ഡോറാണ് നമുക്ക് ഫ്രണ്ട് ഡോറിനായിട്ട് നൽകിയിരിക്കുന്നത്. ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ലിവിങ് സ്പേസ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. വലിയ ഒരു സെറ്റിയൊക്കെ ഇടാവുന്ന, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, വലിയ സെറ്റിയൊക്കെ ഇടാവുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ലിവിങ് സ്പേസ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസ് നോക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഡൈനിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ബിൽഡർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഒരു വിശാലമായ കിച്ചണിലേക്കാണ്. കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റ് കിച്ചണല്ല, ക്ലോസ്ഡ് കൺസെപ്റ്റ് കിച്ചണാണ്. ഡോറൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ഡോറാണ് കിച്ചണിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് കബോർഡ് വർക്കുകളൊക്കെ വരുന്നത് 3 സ്റ്റെപ്പുകളായിട്ട് നല്ല ഡിസൈനിലുള്ള കബോർഡ് വർക്കുകളാണ്. 3 സ്റ്റെപ്പുകളായിട്ട് നല്ല ഭംഗിയായിട്ട് ഗ്ലോസി ഫിനിഷിങ്ങിലുള്ള നല്ല കബോർഡ് വർക്കുകളാണ് ഈ കിച്ചണായിട്ട് നമുക്കിവിടെ വരുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ 2 ബെഡ്റൂമാണ് ഈ വീടിനായിട്ട് വരുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് നമുക്ക് താഴെ 2 ബെഡ്റൂമുള്ള വീടുണ്ടോ എന്നുള്ളത്. അതും ബഡ്ജറ്റബിളുമാണ്. താഴെ 2 ബെഡ്റൂം വരുന്ന അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ബെഡ്റൂമുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. അത്യാവശ്യം ടൈലുകളൊക്കെ നല്ല ഡിസൈനിലുള്ള ടൈലുകളുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള രീതിയിലാണ് ബാത്റൂമും ഇവിടെ നൽകിയിരിക്കുന്നത്. ടൈലുകളൊക്കെ അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലുകളൊക്കെ നൽകിയിരിക്കുന്നു. നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിനായിട്ട് നമ്മൾ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ബോർഡറായിട്ട് വൈറ്റ് ടൈലും കൂടാതെ ബ്ലാക്ക് ആയിട്ടുള്ള സ്റ്റെപ്പുകളിനായിട്ട് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഒരു പർഗോള സംവിധാനവും, വെളിച്ചം കിട്ടാവുന്ന രീതിയിലൊരു പർഗോള സംവിധാനവും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട്. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് അപ്പർ ലിവിങ് ഏരിയ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് TV യൂണിറ്റോ എല്ലാം സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും 3 ബെഡ്റൂമാണ് ഉള്ളത്. 3 ബെഡ്റൂമും നല്ല വലിപ്പമുള്ളതാണ്. നമുക്ക് മുകളിൽ ഒരു ബെഡ്റൂമും താഴെ 2 ബെഡ്റൂമും, അതും 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറൊക്കെ നിങ്ങൾ നോക്കി അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ഡോറുകളൊക്കെയാണ് ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത്. കൂടാതെ ടൈലുകളൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടൈലുകളാണ് ഇവിടെ വരുന്ന. നല്ല ഡിസൈനൊക്കെ ബാത്റൂമിലുള്ള ടൈൽസിനും നല്ല ഡിസൈനൊക്കെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി അത്യാവശ്യം നല്ല വിഡ്ത്ത് ലെങ്ത്തൊക്കെ ആയിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ബാൽക്കണിക്കായിട്ട് ഹാൻഡ് റെയിൽസൊക്കെ വരുന്നത് മറ്റേ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽസാണ് വരുന്നത്. നമുക്ക് ഗ്ലാസ്സായിട്ട് ബോർഡറൊക്കെ നൽകിയിരിക്കുന്നു.
4 സെൻറ്റ് സ്ഥലവും 1250 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ താഴത്തെയാണ് നമുക്ക് 2 ബെഡ്റൂം വരുന്നത്, മുകളിൽ 1 ബെഡ്റൂം. അങ്ങനെയുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 36 ലക്ഷം രൂപയാണ്. വില തികച്ചും നമുക്ക് നെഗോഷ്യബിളാണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.